GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ GSTയുടെ പെർവ്യൂവിൽ വരാത്ത സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോൾ, അതുപോലെ പെട്രോൾ, ഡീസൽ, ഇതൊന്നും GSTയിലല്ല. ഇന്റർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ GST രജിസ്ട്രേഷൻ എടുക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വീണ് എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യത കുറവാണ്. GST CGST ആണെന്നുണ്ടെങ്കിലും IGST ആണെന്നുണ്ടെങ്കിലും എൻ്റെ കസ്റ്റമർ അതിന് എത്ര ടാക്സ് വരുന്നുണ്ടോ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. വൺസ് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അത് ഒരു റിട്ടേൺ അല്ല, 2 റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. പിന്നെ ഇതിലെ മിക്കവാറും എല്ലാ കേസുകളും ഫൈൻ ബെയറിംഗ് ആണ്. ബോർഡിൽ GST നമ്പർ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഉണ്ട്. GST രജിസ്ട്രേഷൻ വൺസ് എടുത്താൽ ശ്രദ്ധിച്ച് കൊണ്ടു നടന്നില്ലെങ്കിൽ അത് കോസ്റ്റ് ബെയറിംഗ് ആണ്. കോമ്പോസിഷനിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടോ അത് നിയമവിരുദ്ധമാണ്. മണിമേസിൽ GST സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോയ് എം പോലോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഈ അടുത്തിടെ ഒരു വാർത്ത കണ്ടിരുന്നു. തമിഴ്നാട്ടിലൊരു പാനിപ്പൂരി കച്ചവടക്കാരന് GST നോട്ടീസ് വന്നു എന്ന് പറഞ്ഞ്. ഈ GST ആരൊക്കെയാണ് ഈ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം സാമാന്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. എന്തുകൊണ്ട് GST എടുക്കണം, ആരൊക്കെയാണ് GST എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച്. ഈ പാനിപ്പൂരി കച്ചവടക്കാരൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു എലമെൻ്ററി ബിസിനസ്സാണ്. നമ്മൾ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് അല്ല. ഏതെങ്കിലും ഒരു വഴി സൈഡിൽ ഒരു ചെറിയ ഉന്തുവണ്ടിയിലായിരിക്കും സാധാരണ രീതിയിൽ ഈ കച്ചവടം നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരു GST നോട്ടീസ് കിട്ടി. എന്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു നോട്ടീസ് കിട്ടിയെങ്കിൽ, ഈ വാർത്തയുടെ നിജസ്ഥിതി എനിക്ക് സത്യത്തിൽ അറിയില്ല. സത്യത്തിൽ അങ്ങനെ ഒരു നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ നോട്ടീസ്. അതല്ലാതെ വലിയ ഗ്രേവ് ആയിട്ടുള്ളൊരു ഒഫൻസ് ചാർജ് ചെയ്തിട്ടുള്ളൊരു നോട്ടീസ് ആയിരുന്നില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയതായിട്ട് ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. 40 ലക്ഷത്തി ചില്ലറ, കഷ്ടി 40 ലക്ഷത്തി ചില്ലറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ GPay ആയിട്ട് ഈ UPI പേയ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സെയിൽസ് ടേൺ ഓവർ, ഗുഡ്സ് ആണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 40 ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ അയാൾ GST എടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് തന്നെ ഒരു സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മളതിനെ കുറച്ചും കൂടി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 6500 രൂപ, അതായത് ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും അവധിയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു 300 ദിവസം പ്രവർത്തിക്കാൻ കിട്ടും ഒരു വർഷം. അതൊരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു 6500 രൂപ ഒരു ദിവസം ടേൺ ഓവർ ഉണ്ടെങ്കിൽ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ തന്നെ ഒരു സെയിൽസ് ഗുഡ്സ് വിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ, 13,500 രൂപ ഒരു ദിവസം കച്ചവടം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള കടകളെ ഒന്ന് ആലോചിക്കുക. എത്ര കടകൾ അതിൽ നിന്ന് ഒഴിവുണ്ടാവും എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ മിക്കവാറും പിന്നെ അതിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പച്ചക്കറി, പഴങ്ങൾ, അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഡയറക്റ്റ് ആയിട്ടുള്ള വേറെ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാത്ത അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ഈ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ സർവീസുകൾ, നമ്മളുടെ ഫോമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷൻ സർവീസ്, അതുപോലെ പാല്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഈ GSTയുടെ പെർവ്യൂവിൽ വരാത്ത സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോൾ, അതുപോലെ പെട്രോൾ, ഡീസൽ, ഇതൊന്നും GSTയിലല്ല. അതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒഴികെ ഈ ബാക്കിയെല്ലാം GST ലയബിളായിട്ടുള്ള സാധനങ്ങളാണ്. അത് വിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 40 ലക്ഷം രൂപയെ കൂടുതലാണ് അവരുടെ ടേൺ ഓവർ. സർവീസസ്, ടാക്സബിൾ സർവീസസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയാണ് അവരുടെ ടേൺ ഓവർ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് മുകളിലാണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ റൂള്. ഇനി അവിടെയും എക്സംഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സംസ്ഥാനത്തിനകത്ത് നിന്ന്, ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിനകത്ത് നിന്ന് കച്ചവടം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്. കേരളത്തിന് ബൗണ്ടറിയുടെ പുറത്തേക്ക് നമ്മൾ വിൽക്കുകയാണെന്ന് കരുതുക. കേരളത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 40 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് വിൽക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സെയിലിന് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞ 40 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇൻ്റർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ GST രജിസ്ട്രേഷൻ എടുക്കണം. അതാണ് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള
കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ നമ്മളിപ്പോൾ ഓണം സമയത്ത് ന്യൂ ഇയർ സമയത്തൊക്കെ പുറത്ത് നിന്ന് വന്നിട്ട് ഇവിടെ രൂപ് സംഘം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വലിയ സെയിൽ ധമാക്കകൾ കാണാം, ഈ ടെമ്പററി ആയിട്ടുള്ള സെയിൽ ഫെയറുകൾ. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്ത് അവർക്ക് രജിസ്ട്രേഷൻ ഇല്ല, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ അവർ രജിസ്ട്രേഷൻ എടുക്കണം. അതല്ലാതെ പിന്നെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി വിൽക്കുന്നുണ്ടെങ്കിൽ കമ്പൽസറിലി നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. നമുക്ക് അതിൻ്റെ ടേൺ ഓവറിൻ്റെ ക്രൈറ്റീരിയ ഇല്ല. നമ്മളിപ്പോൾ ഒരു സാധനം ആമസോൺ വഴി വിൽക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വേണം. അതിപ്പോൾ നമ്മൾ 100 രൂപയുടെ സാധനം വിൽക്കണുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ വേണമെന്നുള്ളതാണ് റൂള്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഏജൻസി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അതേ പേരിലുള്ള ഏജൻസി ആയിട്ട് അവർ ഡീൽ ചെയ്യുന്ന അതേ സാധനം അവരൊരു ഏജൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് GST രജിസ്ട്രേഷൻ വേണം. നമ്മളൊരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ സാധനങ്ങൾ അതിൻ്റെ അകത്തേക്കൂടെ വിൽക്കാൻ നമ്മളൊരു ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ വേണം. പിന്നെയും ഇതിൽ തന്നെ GSTയിൽ തന്നെ TDS, TCS അങ്ങനെ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ പുറത്ത് നിന്നുള്ള ഒരാൾ, ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ഒരു ഇതുണ്ട്, അതിന് അയാൾ ഇവിടെ ഒരു രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് ജനറലി ഇപ്പോൾ നമ്മൾ സാധാരണക്കാരനെ അപേക്ഷിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ 20 ലക്ഷം രൂപ വരെ സർവീസ് സപ്ലൈ ചെയ്യുന്നവരും 40 ലക്ഷം രൂപ വരെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവരും രജിസ്ട്രേഷൻ എടുക്കണ്ട. അതിന് മുകളിലാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം. ഇനി ഗുഡ്സ് സെയിൽസ് കേരളത്തിന് പുറത്തേക്കോ ഇന്ത്യക്ക് പുറത്തേക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ രജിസ്ട്രേഷൻ എടുക്കണം. സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരനെ സംബന്ധിച്ച് അതാണ് അതിൻ്റെ ലിമിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാനിപ്പൂരി കച്ചവടക്കാരൻ GST അടക്കേണ്ടി വരും, GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതായത് പാനിപ്പൂരി എന്ന് പറയുന്ന ആ കമ്മോഡിറ്റി, അദ്ദേഹം വിൽക്കുന്ന കമ്മോഡിറ്റി GST ലയബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 40 ലക്ഷത്തിന് മുകളിൽ കച്ചവടം ഉള്ളതുകൊണ്ട് അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതിന് അദ്ദേഹത്തിന് ഒരു ചെറിയ ഫൈനും കിട്ടാം. GST അതായത് 40 ലക്ഷം കവർ ചെയ്തിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാതിരുന്നതുകൊണ്ട്. ഈ അദ്ദേഹം വിറ്റുകൊണ്ടിരുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക, റോ ഫ്രൂട്ട്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കാൻ അദ്ദേഹം നിർബന്ധിതനല്ല. അല്ലെങ്കിൽ അദ്ദേഹം പാല് വിൽക്കുന്ന ആളാണ്, മുട്ട വിൽക്കുന്ന ആളാണ്, അദ്ദേഹം അതിന് നിർബന്ധിതനാവില്ല. അദ്ദേഹം വിൽക്കുന്ന കമ്മോഡിറ്റി ടാക്സബിൾ ആയതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടറാണ്. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ GSTയിലുള്ള സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന GST ഇൻവോയ്സുകളിൽ CGST, അതുപോലെ തന്നെ SGST, IGST എന്നിങ്ങനെയുള്ള കുറേ അബ്രീവിയേഷൻസ് കാണാം. എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? അതായത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്ത ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. നമുക്കൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന, ഒരു ലീഗൽ പേഴ്സൺ ഉണ്ടാകുന്ന ഇൻകത്തിന് അടയ്ക്കുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. അത് മൊത്തം ജനസംഖ്യയിലുള്ള നിസാര ആൾക്കാരെയാണ് ബാധിക്കുകയുള്ളൂ. ഈ GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വീണ് എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് ബോധവാനായിരിക്കില്ല, ലക്ഷക്കണക്കിന് രൂപ ശ്രീജിത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തു എന്നുള്ളത്. ശ്രീജിത്ത് ഇന്നേ വരെ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രീജിത്തും ലക്ഷങ്ങൾ ടാക്സ് കൊടുത്ത ഒരാളാണ്. എങ്ങനെയാണ്? ശ്രീജിത്ത് കെട്ടിയിരിക്കുന്ന വാച്ച്, അതിൻ്റെ അകത്ത് GST ഉണ്ട്. ശ്രീജിത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഉടുപ്പ്, അതിൻ്റെ അകത്ത് GST ഉണ്ട്. വെച്ചിരിക്കുന്ന കണ്ണട, അതിൽ GST ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ടാക്സാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. അത് പരോക്ഷ നികുതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. അപ്പോൾ അത് ഈ 2017 GST വരുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടാകും. വാറ്റ്, ഓരോ സംസ്ഥാനങ്ങൾക്ക് വാറ്റ്, അതുപോലെ സെൻട്രൽ വാറ്റ്, അങ്ങനെയായിരുന്നു ഈ സെയിൽസിൻ്റെ ടാക്സേഷൻ പോയിക്കൊണ്ടിരുന്നത്. സർവീസസിൻ്റെ ടാക്സേഷൻ പോയിക്കൊണ്ടിരുന്നത് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഇതിലായിരുന്നു. അത് ഈ വൺ ഇന്ത്യ വൺ ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഒറ്റ ടാക്സ് ആക്കി. അതാണ് GST സിസ്റ്റം. ഈ GST സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും വാറ്റ് വഴിക്ക് സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ആണ് ഈ GSTയിലേക്ക് ചേർന്നത് വഴി സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയത്. സർവീസ് ടാക്സ് വഴിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടാണ് അവർ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം വേണമല്ലോ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും, സർവീസും ഗുഡ്സും സപ്ലൈ ചെയ്യുന്നതിൻ്റെ ടാക്സേഷൻ ഒരുമിച്ചാക്കിയിട്ട് അതിലൊരു ഭാഗം സർക്കാരിന്, സംസ്ഥാന സർക്കാരുകൾക്കും ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റും എടുക്കും. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള വിഹിതമാണ് ഈ SGST, സ്റ്റേറ്റ് GST.
മറ്റേ CGST എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള വിഹിതമാണ്. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കച്ചവടം നടക്കുമ്പോഴത്തേക്കും അതിന് കളക്ട് ചെയ്യണ ആ ഒരു തുകയാണ്, അത് ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കളക്ട് ചെയ്യണത്. അതിൽ നിന്ന് ആ തുക കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ട് അതിൽ നിന്ന് ഏത് സംസ്ഥാനത്തേക്കാണോ ഈ സെയിൽ അല്ലെങ്കിൽ സപ്ലൈ പോകുന്നത് ആ സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കും, ബാക്കി ഭാഗം കേന്ദ്ര ഗവൺമെൻറ് എടുക്കും. അതാണ് ഈ IGST, SGST, CGST എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു എൻഡ് കസ്റ്റമറെ സംബന്ധിച്ച് ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ അതായത് SGST, CGST ആണെന്നുണ്ടെങ്കിലും IGST ആണെന്നുണ്ടെങ്കിലും എൻഡ് കസ്റ്റമർ അതിന് എത്ര ടാക്സ് വരുന്നുണ്ടോ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതിൻ്റെ ഡിവിഷൻ പലതരത്തിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ CGST 9%, SGST 9% എന്നൊക്കെ ഈ ഇൻവോയ്സുകളിൽ കാണിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ഈ ശതമാനം? അത് അതായത് സ്റ്റേറ്റ് GST, സെൻട്രൽ GST ആയിട്ട്, അതായത് സ്റ്റേറ്റിനകത്ത് നടക്കുന്ന കച്ചവടങ്ങൾ അല്ലെങ്കിൽ സപ്ലൈ, അതിൻ്റെ ടാക്സ് കൃത്യമായിട്ട് പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള വിഹിതവും പകുതി കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള വിഹിതമാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ 18% റേറ്റ് ഉള്ള ഒരു സാധനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ 9% SGST, 9% CGST എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റിന് പുറത്തേക്ക് നടക്കുന്ന ഇൻ്റർ സ്റ്റേറ്റ് ആണ് ആ സപ്ലൈ എന്നുണ്ടെങ്കിൽ അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് 18% പിടിക്കുന്നു. അതിൽ നിന്നൊരു പാർട്ട് ആ പർട്ടിക്കുലർ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു. അതാണ് അതിൻ്റെ സിസ്റ്റം. ഇത് തമ്മിൽ ഈ പേരിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ രണ്ട് റേറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഒരു കസ്റ്റമർ വാങ്ങുന്ന, ഇപ്പോൾ ഞാൻ 18% റേറ്റ് വരുന്ന ഒരു സാധനം കേരളത്തിനകത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ CGST, SGST ആയിട്ട് ടാക്സ് കൊടുക്കണം. അല്ല കേരളത്തിന് പുറത്ത് വേറൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 18% ഒരുമിച്ച് IGST ആയിട്ട് കൊടുക്കണം. എൻഡ് കസ്റ്റമറെ സംബന്ധിച്ച് അതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. അത് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിൽ മാത്രമേ അതിൽ വ്യത്യാസം വരുള്ളൂ. ഈ GST വിഹിതം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള GST വിഹിതം സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? അതായത് ഇപ്പം നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന SGST എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമാണ്. IGSTയുടെ അകത്തുനിന്ന് ഒരു പാർട്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ അകത്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അതായത് ഈ സംസ്ഥാനങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന ഈ ടാക്സ് ആണല്ലോ ഈ ലോ യൂണിഫൈ ചെയ്തപ്പോഴത്തേക്കും പോയത്, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ തന്നെ പാനിപ്പൂരി കച്ചവടക്കാരൻ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അയാൾക്ക് 40 ലക്ഷത്തിൻ്റെ വരുമാനം ഒരു വർഷം ഉണ്ടാവുന്നുണ്ട്. അയാൾ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായുള്ള ഒരു പ്രോസസ്സാണ്. അതിന് പണം ചിലവാകുന്നതാണോ? എന്താണ് അതിൻ്റെ രീതികൾ? അല്ല, GST രജിസ്ട്രേഷൻ എടുക്കാതിരുന്നാൽ അതിന് പെനാൽറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് എത്ര ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നോ ആ എമൗണ്ട് അല്ലെങ്കിൽ 10,000 രൂപ, ഏതാ കൂടുതൽ എന്ന് വെച്ചാൽ അത്രയും രൂപ അദ്ദേഹത്തിന് ഫൈൻ കിട്ടാം. ഇനി രജിസ്ട്രേഷൻ വൺസ് എടുത്തു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ എടുത്താൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് റിട്ടേണുകൾ ഫയൽ ചെയ്യണം. രജിസ്ട്രേഷൻ എടുക്കൽ തന്നെ അത് ചെയ്തു കൊടുക്കുന്ന പ്രൊഫഷണലിൻ്റെ ഫീസും കാര്യങ്ങളും വരും. രജിസ്ട്രേഷൻ ഫീസ് വേറെ ഒന്നുമില്ല. പണ്ട് GST ആയിരുന്ന VAT ആയിരുന്ന കാലത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ഒരു ഡെപ്പോസിറ്റും അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിലതൊന്നുമില്ല. ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. വൺസ് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അത് ഒരു റിട്ടേൺ അല്ല, 2 റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. ഒരു സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സപ്ലയർ എന്നാണ് ഈ GSTയിൽ ട്രേഡർ എന്നുള്ളതല്ല, സപ്ലയർ എന്നാണ്. സപ്ലയർ ഓഫ് സർവീസ്, സപ്ലയർ ഓഫ് ഗുഡ്സ്. ഒരു സപ്ലയറെ സംബന്ധിച്ച് ഈ ഒരു മാസം 2 റിട്ടേൺ, പിന്നെ ഇയർലി ആനുവൽ റിട്ടേൺ, അങ്ങനെ n നമ്പർ ഓഫ് റിട്ടേൺസ് ഇതിൽ ഫയൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫയലിങ്ങിനെല്ലാം ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ഫീസ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ ഒരു വലിയ കോസ്റ്റ്. പിന്നെ ഇതിലെ മിക്കവാറും എല്ലാ കേസുകളും ഫൈൻ ബെയറിംഗ് ആണ്. അതായത് നമ്മൾ സമയത്തിന് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ റിട്ടേൺ സമയത്തിന് ചെയ്തില്ലെങ്കിൽ അത് ടാക്സ് അടയ്ക്കാനുള്ള ഒരു റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതിന് 50 രൂപ പെർ ഡേ പെനാൽറ്റി ഉണ്ട്, ഫൈൻ ഉണ്ട്. ടാക്സ് അടയ്ക്കാനില്ലാത്തൊരു നിൽ റിട്ടേൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് 20 രൂപ പെർ ഡേ ഫൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 100 ദിവസം റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി പോയാൽ 5000 രൂപ ടാക്സ് ഫൈൻ അടയ്ക്കേണ്ടി വരും. അല്ല നിൽ റിട്ടേൺ ആണെങ്കിൽ പോലും 2000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത്ര കോസ്റ്റ് ബെയറിംഗ് ആണ്. അതുപോലെ നമ്മൾ ബോർഡിൽ GST നമ്പർ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഉണ്ട്. 50 രൂപ വെച്ച് ഒരു ദിവസം ഫൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തത് ജനുവരി 1-ാം തീയതിയാണ്. ജൂൺ 30-ാം തീയതി GSTക്കാർ വന്ന് കയറുന്ന സമയത്ത് ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ജനുവരി 1-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെ ഒരു ദിവസം 50 രൂപ വെച്ച് ഈ GST നമ്പർ എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫൈൻ അടിക്കും. ഇൻവോയ്സ് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് 25,000 രൂപ ഫൈൻ ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കും
ഫൈൻ ബെയറിംഗ് ആണ് ഈ GST എന്ന് പറഞ്ഞാൽ. അപ്പോൾ GST രജിസ്ട്രേഷൻ വൺസ് എടുത്താൽ ശ്രദ്ധിച്ച് കൊണ്ടു നടന്നില്ലെങ്കിൽ അത് കോസ്റ്റ് ബെയറിംഗ് ആണ്. ഇപ്പോൾ ഒരു കടയ്ക്ക് GST രജിസ്ട്രേഷൻ എടുത്തു, ആ കട എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം കാലയളവിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല, അത് അടച്ചിട്ടു. ഈ അടച്ചിട്ട കാലയളവിലും അദ്ദേഹം GST റിട്ടേൺ സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. GST രജിസ്ട്രേഷൻ എടുത്തിട്ട് നമ്മൾ ആ GST രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ, എന്നാണോ നമ്മൾ അവസാനിപ്പിക്കുന്നത് അതുവരെയുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഫൈൻ അതിന് വന്നുകൊണ്ടിരിക്കും. അതായത് നിൽ ആണെങ്കിൽ പോലും, അതായത് വരുമാനം നില്ലാണെങ്കിൽ പോലും ഈ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെതായിട്ടുള്ള ചിലവുകളും ഉണ്ടാവും. ഈ ജി എസ് ടി നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതയുണ്ട്. ഈ GST രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഉണ്ടാവും. അതിന് എന്തൊക്കെ ശിക്ഷകളാണ് സാധാരണഗതിയിൽ വരാറുള്ളത് പാലിച്ചില്ലെങ്കിൽ? അതിൽ ശിക്ഷകൾ ഞാനിപ്പോൾ ഏകദേശം എല്ലാം തന്നെ ഞാൻ പറഞ്ഞു. ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ്റെ ആ ഒരു പരിധി കഴിഞ്ഞു പോയിട്ട് രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ, രജിസ്ട്രേഷൻ എടുത്തിട്ട് റിട്ടേണുകൾ ഫയൽ ചെയ്തില്ലെങ്കിൽ, ടാക്സ് അടയ്ക്കാതിരുന്നാൽ 18% ഇൻട്രസ്റ്റ്, 18% പെർ ആനമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. 5% ഉള്ള ഗുഡ്സിൻ്റെ ആണെങ്കിൽ പോലും അല്ല, അതായത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് എത്രയാണോ അത് നമ്മൾ അടയ്ക്കേണ്ട ഡേറ്റിന് അടച്ചില്ലെങ്കിൽ 18% പെർ ആനം അതിന് ഇൻട്രസ്റ്റ് കയറി വരും. അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞത് ഈ റിട്ടേൺ വൈകി കഴിഞ്ഞാലുള്ള പെർ ഡേ പിന്നെ ഫൈൻ എന്നുള്ളത്. അതുപോലെ ഇൻവോയ്സ് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ, അതായത് ഇൻവോയ്സിൽ വേണ്ട ഡാറ്റ എല്ലാം ഇല്ലെങ്കിൽ പോലും അത് ഒരു ഡിഫോൾട്ടാണ്. അതുപോലെ 50,000 രൂപ കൂടുതലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ഇ-വേ ബില്ല് നിർബന്ധമാണ്. ഇ-വേ ബില്ല് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ടാക്സ് ഇല്ലാതെ ഒരു സാധനം, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ ടാക്സ് ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം പെനാൽറ്റികളുണ്ട്. അപ്പോൾ വൺസ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം പ്രോപ്പറായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഹൈലി കോസ്റ്റ് ബെയറിംഗ് ആണ്. ഇനി ഇത്രയും കംപ്ലൈൻസ് ഇല്ലാതെ ഒരു ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് ഇത്രയും കംപ്ലൈൻസ് ബേർഡൻ ഇല്ലാതെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു പരിപാടി എന്ന് പറയുന്നത് 1.5 കോടി രൂപ വരെയാണ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ, സെയിൽസ് ആണ്, ഗുഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 1.5 കോടി രൂപ വരെയാണ് അയാളുടെ ആനുവൽ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം അവൈലബിൾ ആണ്. ഈ കോമ്പോസിഷൻ സ്കീമിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് 1% ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ഈ 1% ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അത് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. അത് അയാൾ കയ്യിൽ നിന്ന് ബെയർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ 9% അല്ലെങ്കിൽ 18% എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഒരു ഏജൻസി പണിയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ കോമ്പോസിഷൻ സ്കീമിൻ്റെ അകത്ത് എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ 1000 രൂപയുടെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് 1% നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അതാണ് അതിൻ്റെ റൂള്. അത് തന്നെ സർവീസുകാർക്കും അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റ് സർവീസാണ്, ആൽക്കഹോൾ സെർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 5%. ഈ അല്ലാത്ത സർവീസുകൾ, സാധാരണ പഴയ സർവീസ് ടാക്സിൻ്റെ കീഴിൽ വന്നുകൊണ്ടിരുന്ന സർവീസുകൾക്ക് 6% അതിൻ്റെ കോമ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 18%, 28% പകരം ഈ 6% കിട്ടുന്ന ടേൺ ഓവറിൽ നിന്ന് അടച്ചാൽ മതി. മാത്രമല്ല അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഞാൻ മാസം 2 റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞത് ഇവരെ സംബന്ധിച്ച് 3 മാസം കൂടുമ്പോൾ 1 റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു വർഷം 4 റിട്ടേണേ ആകെ ഇവർക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു വേറെ പ്രശ്നമുണ്ട്. ഇത് ഇൻ്റർസ്റ്റേറ്റ് ട്രേഡിന് ആപ്ലിക്കബിൾ അല്ല. ഈ സംഭവം ഇൻ്റർസ്റ്റേറ്റ് ട്രേഡിന് IGST വരുന്ന കേസുകളിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. എന്താണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? GST ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സംസാരിച്ചില്ലായിരുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന ഒരു കാര്യമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് എൻ്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു സംഭവമേ അല്ല. ഒരു നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു എൻ്റെ കസ്റ്റമറെ സംബന്ധിച്ച് ഇൻപുട്ട് ഒരു ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ബിസിനസ്സിലുള്ള രജിസ്റ്റേർഡ് സപ്ലയേഴ്സിനെ സംബന്ധിച്ചാണ് ഇൻപുട്ട് പ്രധാനമായിട്ട് വരുന്നത്. അതായത് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 പേര് തമ്മിലുള്ള ട്രാൻസാക്ഷനിലാണ് ഇൻപുട്ടിന് റെലവൻസ് വരണുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സപ്ലൈ റിസീവർ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഐറ്റം വാങ്ങുന്നു, 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുമ്പോഴത്തേക്കും 18% സാധനമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 1,18,000 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇദ്ദേഹം ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് 2 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ 18%, 2 ലക്ഷം രൂപ 18% ഇയാൾ അയാളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങണം.
അപ്പോൾ 2,36,000. ഈ ആൾ ഈ 36,000 രൂപ ടാക്സ് അടയ്ക്കേണ്ട. അതിൽ നിന്ന് ആദ്യം കൊടുത്ത 18,000, അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് അദ്ദേഹം കൊടുത്ത 18,000 രൂപ ഇപ്പോൾ കളക്ട് ചെയ്ത 36,000 രൂപയിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി 18,000 രൂപ ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അപ്പോൾ ആ ഒരു 18,000 രൂപ ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ലേ, ആ പോർഷനെയാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ കൊടുത്ത നികുതി വിൽക്കുമ്പോൾ കൊടുക്കേണ്ട നികുതിയിൽ നിന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ആക്ച്വലി അപ്പോൾ എൻ്റെ ലാഭം അവിടെ 1,00,000 രൂപയാണ്. ആ 1,00,000 രൂപയ്ക്ക് 18% ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചടച്ചു. അതാണ് ഇൻ ഷോർട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറയുന്നത്. GST ഇൻവോയ്സുകൾ നമ്മൾ കാണുന്ന B2B, B2C എന്ന് പറയുന്ന 2 തരം ട്രാൻസാക്ഷനുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ B2Bയിലായിരിക്കും ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ അകത്താണ് B2B വരുന്നത്. B2C എന്ന് പറയുന്നത് എൻഡ് കസ്റ്റമർ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻഡ് കസ്റ്റമർ, ബിസിനസ് ടു കസ്റ്റമർ. B2Cയിൽ ഈ ഇൻപുട്ടിന് റെലവൻസ് ഇല്ല, B2Bയിലാണ് ഇൻപുട്ടിന്റെ റെലവൻസ് വരുന്നത്. അതായത് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 എൻറ്റിറ്റികൾ തമ്മിലുള്ള ഇടപാടിലാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബാധകമായി വരുന്നത്. ഈ ചില ഹോട്ടലുകളിൽ കോമ്പോസിഷൻ ടാക്സ് പെയർ എന്ന് ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോമ്പോസിഷൻ ടാക്സ് സംവിധാനം തീർച്ചയായിട്ടും ഉപഭോക്താവിന് അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ളതുണ്ടോ? ഇപ്പൊ ഹോട്ടലുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ശ്രീജിത്ത് പറഞ്ഞ കോമ്പോസിഷൻ ഡീലർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ഡീലർ തന്നെയാണ്. ഈ കോമ്പോസിഷൻ ഡീലർ എന്നല്ല, ഏത് ഡീലർ ആണെങ്കിലും ഈ അവരുടെ GST നമ്പർ ആ സ്ഥാപനത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് റൂളാണ്. ഈ കോമ്പോസിഷൻ ഡീലർ പ്രത്യേകമായിട്ട് ഇതൊരു കോമ്പോസിഷൻ ഡീലർഷിപ്പ് ആണെന്നുള്ളത് എഴുതി വെക്കണം. ഇത് കോമ്പോസിഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥാപനമാണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവാൻ പാകത്തിന് എഴുതി വെക്കണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പോസിഷൻ ഡീലർക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഈ GSTയുടെ ആരംഭ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഭയങ്കര വലിയൊരു ആരോപണമാണ് ഹോട്ടലുകളും മറ്റും ഈ ആളുകളുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യുന്നു, അവരത് അടയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ ബിരിയാണി ആണെന്ന് വിചാരിക്കുക, ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വില GST അടക്കമാണെന്ന് പറയുന്നു, ചില സ്ഥലത്ത് പ്ലസ് GST ആണെന്ന് പറയുന്നു. ആ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വിരുദ്ധന്മാരായിട്ടുള്ള ഹോട്ടലുകാർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കോമ്പോസിഷൻ ഡീലർഷിപ്പ് എടുത്തിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ ആക്ച്വലി അവർ കളക്ട് ചെയ്യാൻ ഓതറൈസ്ഡ് അല്ല. കോമ്പോസിഷൻ ഡീലർഷിപ്പ് ആയതുകൊണ്ട് അവരുടെ വിൽപ്പനയിൽ നിന്ന് 5% അവർ അടയ്ക്കേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു സാധാരണ ഡീലറാണെന്നുള്ള രീതിയിൽ അവർ കളക്ട് ചെയ്യും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ, പ്രാക്ടിക്കലി നമ്മൾ ഏത് കടയിൽ ചെന്നിട്ടാണെങ്കിലും ഈ GST നമ്പർ കാണുമ്പോഴത്തേക്കും നമുക്ക്, അതിപ്പോൾ ഹോട്ടലിൽ മാത്രമാവണമെന്നില്ല കേട്ടോ, സാധാരണ ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിലും കോമ്പോസിഷൻ എടുത്തിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്താൽ ആളുകളത് അറിയണമെന്ന് നിർബന്ധമില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, GSTയുടെ സൈറ്റ് മൊബൈലിൽ നമുക്ക് ആക്സസിബിൾ ആണ്, മൊബൈൽ ബ്രൗസറിൽ ആക്സസിബിൾ ആണ്. അതിൽ കയറിയിട്ട് നോ ദ ടാക്സ് പെയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി ആ GST നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പോസിഷനിൽ രജിസ്റ്റർ ചെയ്ത ആളാണോ നോർമലിൽ രജിസ്റ്റർ ചെയ്ത ആളാണോ എന്നറിയാം. കോമ്പോസിഷനിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടോ അത് നിയമവിരുദ്ധമാണ്. നമ്മൾ ആ ബില്ല് GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള മൊബൈൽ വാട്സാപ്പ് നമ്പർ മറ്റുണ്ട്, അതിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു വിസിൽ ബ്ലോവർ സിസ്റ്റമാണത്.